തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നതോടുകൂടി എറണാകുളം ജില്ലയിൽ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പലയിടത്തുമുണ്ട്. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള ലിസ്റ്റിനെതിരെയും യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിലെ പല ആളുകളെയും ഇവർ കൊടുത്ത ലിസ്റ്റിലെ ആളുകളെ പാടെ അവഗണിച്ചു എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് കാരണം. ഇപ്പോൾ നമുക്കൊപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സഞ്ജയ് ജെയിംസ് ആണ് ഒപ്പമുള്ളത്. എന്താണ് നിങ്ങൾ ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ പരിഗണിക്കണം എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഒരു സർക്കുലർ KPCCയുടെ ഉണ്ടായിരുന്നു ഇലക്ഷന് മുന്നോടിയായിട്ട്. കൊച്ചിൻ കോർപ്പറേഷനിൽ ആകെ 5 സീറ്റുകളുടെ മാത്രമേ യൂത്ത് കോൺഗ്രസിൻ്റെ പരിഗണിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ആദ്യത്തെ 40 ലിസ്റ്റ് വന്നപ്പോൾ 4 പേരുടെ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞവർ. പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ജില്ലാ പഞ്ചായത്ത് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഈ കൊച്ചിൻ കോർപ്പറേഷനിലെ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് പറയുന്നത്? എന്താണ് മാനദണ്ഡമായിട്ട് അവർ കണക്കാക്കിയിട്ടുള്ളത്? അവർ മാനദണ്ഡമായിട്ട് കണക്കാക്കിയാണ് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായത് ഓരോ വ്യക്തി താല്പര്യങ്ങളുടെ പുറത്ത് അവർ സീറ്റ് കൊടുത്തേക്കുന്നതായിട്ടാണ്. അല്ലാതെ ഗ്രൂപ്പിൻ്റെ ബേസിസിലോ ഒന്നുമല്ല. തോറ്റ സീറ്റുകൾ ചോദിച്ചാൽ അതുപോലും നമുക്ക് തരുന്നില്ല. രവിപുരം ഡിവിഷനിലേക്ക് 2020 ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൻ്റണി ജൂഡിയാണ് അവിടെ മത്സരിപ്പിക്കുന്നത്, കോൺഗ്രസ് മത്സരിക്കുന്നത്. അതെ. അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സ്ക്വാഡ് തന്നെ ഇറങ്ങി പ്രവർത്തിച്ച കഴിഞ്ഞ പാർലമെൻറ്റിൽ ആ ആൻ്റണി ജോഡി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ബൂത്തിലിറങ്ങി യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ച് ഹൈബീഡിന് വേണ്ടി വോട്ട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആ ബൂത്തിലിറക്കി മൊത്തം ഞങ്ങൾ ആ വീടുകൾ കയറിയതാണ്. ഇന്നിപ്പോൾ ആ ബൂത്തുകളിൽ ആൻ്റണി ജോഡിക്ക് വേണ്ടി ഓരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം ഇറങ്ങണമെന്ന് പറയുമ്പോഴുള്ള ഞങ്ങളുടെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. ഏതൊക്കെ ഡിവിഷനിലായിരുന്നു യൂത്ത് കോൺഗ്രസ് നോക്കിയിരുന്നത്, അല്ലെങ്കിൽ ഒരു സാധ്യത സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്നൊരു സാധ്യത വെച്ചിരുന്നത്? ഒന്ന് 23-ാം ഡിവിഷൻ, പിന്നെ ഒന്ന് സ്റ്റേഡിയം ഡിവിഷൻ ജർജസ് എന്ന് പറഞ്ഞ വ്യക്തി, പിന്നെ സനൽ എന്ന് പറഞ്ഞൊരു തൃക്കാക്കര നിയോജകമണ്ഡലത്തിലുള്ളത്, പിന്നെ കിരൺ എസ് രാജ്, പിന്നെ ഒരു സീറ്റ് കൊണ്ട് ആഷിഖ് എന്ന് പറഞ്ഞൊരു SC/ST സീറ്റിലേക്ക് ചോദിച്ചിട്ടുണ്ട്. മേൽഘടകത്തിലേക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി? നിലവിൽ ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പരാതി എന്തായാലും നമ്മൾ കൊടുത്തിരിക്കും. നമുക്ക് വേറെ ഒന്നുമല്ല, നമുക്ക് എന്തുകൊണ്ട് നിഷേധിച്ചു അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടണം നേതൃത്വത്തിൽ നിന്ന്. എന്താണ് കാരണം? യൂത്ത് കോൺഗ്രസ് ഒരു എതിർത്ത് നിൽക്കുന്നൊരു സംഘടനയല്ലല്ലോ, ഇതൊരു മാതൃസംഘടന തന്നെയല്ലേ ഞങ്ങളും. അപ്പം ഞങ്ങൾക്കുള്ള അവകാശങ്ങൾ എന്തുകൊണ്ട് നിഷേധിച്ചു എന്ന് നേതൃത്വം ഞങ്ങളെ അറിയിക്കണം. അതുതന്നെയാണ് എന്തായാലും യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലയിൽ പ്രതിഷേധമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷൻ പരിധിയിലാണ് ഇത്തരത്തിലുള്ള ഒരു പാടെ അവഗണിച്ചു എന്നുള്ളൊരു പരാതി വരുന്നത്. ആ പ്രതിഷേധം അവർ രേഖപ്പെടുത്തി കഴിഞ്ഞു. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.